കോട്ടയം കുറിച്ചി ഇഗ്നാത്തിയോസ് ജ്ഞാനായ പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ സംഘർഷം. ഒരാളുടെ തലയ്ക്ക് പരിക്കേറ്റു. പാത്രിയാർക്കീസ് ബാവ സസ്പെൻഡ് ചെയ്ത മെത്രാപ്പൊലീത്ത കുർബാന ചൊല്ലിയെന്ന് ആരോപിച്ചായിരുന്നു തർക്കം. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്തിലേക്ക് മടങ്ങിവരാം. റിജോയുടെ കുറിച്ചി ഇഗ്നാത്തിയോസ് പള്ളി ഇടവകയിലെ റിജോയും കുടുംബവുമാണിത്. ഇന്ന് കാലത്ത് റിജോ പള്ളിയിൽ ആരാധനയ്ക്ക് ചെന്നതാണ്. അദ്ദേഹത്തിനെ പതിയിരുന്ന് സേവേറിയോസ് മെത്രാച്ചനും അദ്ദേഹത്തിനോടൊപ്പമുള്ള ഗുണ്ടകളും ചേർന്ന് അദ്ദേഹം അന്ത്യോക്യ വിശ്വാസിയാണെന്നുള്ള ഒരൊറ്റ കാരണത്താൽ റിജോയെ പതിയിരുന്ന് അവർ കരുതിക്കൂട്ടി ആക്രമിക്കുകയായിരുന്നു. ഭാഗ്യത്തിനാണ് റിജോയുടെ ജീവൻ രക്ഷിക്കുവാനായിട്ടായത്. ഇപ്പോൾ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അന്ത്യോക്യ വിശ്വാസികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. സഭയുടെ വിശ്വാസത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകുവാൻ അനേകം തയ്യാറുണ്ടെങ്കിലും പ്രിയപ്പെട്ട റിജോ ഇന്ന് ഫലത്തിൽ അദ്ദേഹം സഹദേന്മാരുടെ ഗണത്തിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. ഞായറാഴ്ച ദിവസം രാവിലെ ഒരാഴ്ചത്തെ അധ്വാനത്തിന് ശേഷം പള്ളിയിൽ ആരാധിക്കുവാൻ പോയ ഒരു വിശ്വാസിക്ക് നേരിടേണ്ടി വന്ന ഗതികളാണ് നമ്മളിന്ന് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പിതാക്കന്മാരും അവരുടെ എല്ലാ പിന്തുണയും സപ്പോർട്ടും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും റിജോയുടെ ഈ വിഷയത്തിൽ റിജോയോടൊപ്പമുണ്ട്, പരിശുദ്ധ സിംഹാസനത്തിനോടൊപ്പമുണ്ട്. റിജോയെ പതിയിരുന്ന് ആക്രമിച്ചപ്പോൾ അടിയേൽക്കുമ്പോഴും അന്ത്യോക്യ വിശ്വാസം, അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൽ വാഴട്ടെ എന്ന് റിജോ കരയുകയായിരുന്നു. അദ്ദേഹം പള്ളിക്കകത്ത് ഓടിക്കേറി രക്ഷപ്പെടുകയായിരുന്നു. ഈ 3 കുഞ്ഞുങ്ങൾ, 2 പെൺകുട്ടികളും ഒരു മകനും. ഇത് റിജോയുടെ മകനാണ്. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, എങ്ങനെയാണ് സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ ഏതാണ്ട് 8:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കോട്ടയം കുറിച്ചിയിലാണ് സെന്റ് ഇഗ്നാത്തിയോസ് ജ്ഞാനായ യാക്കോബായ പള്ളിയിലാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. സേവേറിയോസ് മെത്രാപ്പൊലീത്ത, അതായത് ഈ സഭയുടെ വലിയ മെത്രാപ്പൊലീത്തയാണ് സേവേറിയോസ് മെത്രാപ്പൊലീത്ത. അദ്ദേഹം ഇവിടെ ഈ കുർബാന അർപ്പിക്കാനായി എത്തുന്ന സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. ഇരു വിഭാഗങ്ങളും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റവും പിന്നീട് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 2 വിഭാഗങ്ങളും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ മെത്രാപ്പൊലീത്തെ അനുകൂലിക്കുന്ന വിഭാഗമാണ് കൂടുതലും ഈ മേഖലയിലുള്ളത്, ഈ പള്ളിയിലടക്കം ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും റിജോയ്ക്ക് പരിക്കേറ്റു. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ചികിത്സയിൽ തുടരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നെറ്റിയിലടക്കം മുറിവ് പറ്റിയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ 2 വിഭാഗങ്ങൾ, അതായത് ജ്ഞാനായ യാക്കോബായ സഭയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇരു വിഭാഗങ്ങളും തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് എത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. സേവേറിയോസ് മെത്രാപ്പൊലീത്തെ അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ബാവ അദ്ദേഹം സസ്പെൻഡ് ചെയ്യുന്ന നിലയുണ്ടായിരുന്നു. ഇതിനെതിരെ സേവേറിയസ് അനുകൂല വിഭാഗം കോട്ടയം കോടതിയെ സമീപിക്കുകയും അവിടുന്ന് സ്റ്റേ വാങ്ങുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഹൈക്കോടതിയിലും വിവിധ കോടതികളിലുമൊക്കെ ഈ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഈ ഒരു ഇരു വിഭാഗങ്ങൾ എന്നുള്ളത് അതൊരു വലിയ സംഘർഷത്തിന്റെ വക്കിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തുന്ന കാഴ്ചയാണ് ഇന്ന് കുറിച്ചിയിൽ കണ്ടത്. ആര്യ.